ഹലോ ഡിയേഴ്സ്, ആനിവേഴ്സറി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു 7:30 മണിക്കാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ശേഷമാട്ടോ ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ മക്കളെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയിട്ട് കറങ്ങാണ് സുഖിക്കുകയാണല്ലേ എന്നൊക്കെ. പക്ഷേ മക്കളെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് യാത്രയൊക്കെ പോകാറുണ്ട്. ഇതേപോലെ സുഖേഷേട്ടനും ഞാനും മാത്രം പോകുന്നതിലും അവർക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല നിമിഷങ്ങളും സമയമൊക്കെ നമ്മൾ എന്തായാലും മാറ്റി വയ്ക്കണം. നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാത്ത സമയം വേറെ ആരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഈവൻ നമ്മുടെ മക്കളുടെ അടുത്തു നിന്നാണെങ്കിൽ പോലും കുറേ കഴിഞ്ഞിട്ട് അവർ നമുക്ക് വേണ്ടി അവരുടെ സമയം മാറ്റി വയ്ക്കുന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ പോലും അവരോട് ഇങ്ങനെ പരാതി പറഞ്ഞിട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് പറയുന്നത്, അതിലൊന്നും ഒരർത്ഥമില്ല കേട്ടോ. നമ്മുടെ ഇന്ന് ഈ നിമിഷം നമ്മൾ ആസ്വദിക്കുക, പറ്റുന്ന രീതിയിലൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പോകുന്ന സമയത്ത് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഈ കോട കണ്ടില്ലേ, പൈൻമരത്തിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു കോട കാണുമ്പോഴുള്ള ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഊട്ടിയിലൊരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കോട കണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വെയിലാവും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് മാറുന്ന കാലാവസ്ഥയാണ് അല്ലേ. അപ്പോൾ കോട, മഴ, വെയിൽ ഒക്കെ മാറി മാറി വന്നു. കണ്ടില്ലേ, ഇപ്പം തന്നെ ആ ഒരു കോട മാറി ചെറിയ വെയിലായി, പിന്നെ ചാറ്റൽ മഴയായി. അങ്ങനെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ 2 വീലറിൽ ഇങ്ങനെ പോകാൻ. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ആ ഒരു രീതിയിൽ ആസ്വദിക്കാനും പറ്റുന്ന എനിക്ക് തോന്നുന്നു 2 വീലറിലായതുകൊണ്ടാണെന്ന്. ആ ഒരു കോടയൊക്കെ നമ്മുടെ മുഖത്ത് തട്ടുമ്പോഴുള്ള ആ ഒരു തണുപ്പും ചാറ്റൽ മഴ തുള്ളികൾ ഇങ്ങനെ മുഖത്ത് വീഴുമ്പോഴുള്ള ഒരു സുഖമൊക്കെ നമുക്ക് എന്തായാലും കാറിൽ പോകുമ്പോൾ അത്രയും അനുഭവിക്കാൻ പറ്റും തോന്നില്ല, അത്രയും എൻജോയ് ചെയ്യാൻ പറ്റും തോന്നില്ല. അപ്പോൾ ഏതൊരു സിനിമയിൽ മീര ജാസ്മിൻ പറയുന്നുണ്ടല്ലോ, നമുക്ക് കാർ വാങ്ങിച്ചാലും ബുള്ളറ്റ് കൊടുക്കരുത്, കാരണം ഇത്രയും ചേർന്നിരുന്ന് പോകാൻ കാറിൽ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ അതേപോലെ നമ്മൾ ചേർന്നിരുന്ന് നമ്മൾ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ തിരക്കുകളിൽ നമ്മൾ പങ്കുവയ്ക്കാൻ മറന്നു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ പോകുന്നതിൻ്റെ ഒരു ഫീല് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും നല്ല കോടയായിട്ടോ. നമുക്ക് വരുന്ന വണ്ടികളൊക്കെ ഒന്ന് ശരിക്കും കാണാൻ പോലും പറ്റാത്ത രീതിയിൽ നല്ല കോട ഭയങ്കരമായിട്ട് മൂടി കേട്ടോ. അപ്പോൾ ആ ഒരു കോടയും തണുപ്പും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല പോലെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ എവിടെന്നെങ്കിലും നല്ലൊരു ചൂട് ചായ ഓംലെറ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിർത്തി ഓംലെറ്റും ചായയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും നിർത്തി വേറെ ആരുടെയും സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. പിന്നെ എങ്ങോട്ട് പോകണമെന്നൊരു പ്ലാനിങ് ഇല്ലാതെയാണ് ഇറങ്ങിയത്. എന്തായാലും പൈക്കര കണ്ടപ്പോൾ വിചാരിച്ചു, പൈക്കര ബോട്ട് ഹൗസ് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും ഊട്ടി യാത്ര പോകുന്ന സമയത്ത് മാറ്റി വെച്ചൊരു സ്ഥലമായിരുന്നു കേട്ടോ പൈക്കര. കാരണം എല്ലാ സ്ഥലവും കണ്ടുവരുമ്പോഴത്തേക്കും സമയമില്ലാഞ്ഞിട്ടും അങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റാതിരുന്ന സ്ഥലമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റും അടിപൊളി വൈബും കേട്ടോ. പിന്നെ ആ ഒരു ഭംഗി, നല്ല അടിപൊളിയിൽ ആ ഒരു നീലാകാശം ഇതും എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്ലൈമറ്റും കൂടെ ആയി കഴിഞ്ഞപ്പം നല്ല വൈബായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതേപോലെ നമ്മുടെ പൂർവിക സുഹൃത്തുക്കളുടെ കുറേ വികൃതികളൊക്കെ നോക്കി നിന്നു. അങ്ങനെ ബോട്ടിൽ എന്തായാലും കയറില്ല, ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ബോട്ടിൽ കയറണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് നമ്മുടെ ഷൂട്ടിംഗ് പോയിൻ്റൊക്കെ, ഷൂട്ടിംഗ് സ്പോട്ട് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ കയറിയില്ല, അവിടെ ജസ്റ്റ് നിർത്തി അവിടെ നിന്ന് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വീണ്ടും പോയി. അപ്പോൾ ഉച്ചയാകുമ്പം ഊട്ടിയിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ മുൻപൊരു ഹൈദരാബാദി ബിരിയാണി കഴിച്ച് പണി കിട്ടിയതാണ്, പക്ഷെ ഒരു നോർമൽ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിന്നക്കോര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. അത് സുരേഷേട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിന്നക്കോര ഒരു വില്ലേജാണ്, ഉച്ചയ്ക്ക് സൂര്യൻ ഉദിക്കുന്ന വില്ലേജ് എന്നൊക്കെയാണ് ഞാനത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പം കണ്ടത്. കാരണം അത്രയും നമ്മൾ ആ ഒരു കാടിൻ്റെ ആ ഒരു ഇരുൾ പച്ചയില്ലേ, ആ പച്ചപ്പും കോടയും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളി വൈബാണ് അവിടേക്ക് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ ഡ്രൈവ് ചെയ്ത് അവിടേക്ക് എത്തുന്ന ആ ഒരു റൂട്ടാണ് ഭയങ്കര മനോഹരമായ റൂട്ടാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, കുറച്ച് സമയം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് എൻജോയ് ചെയ്യാമെന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഈ ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടു കേട്ടോ. അപ്പോൾ ലൗഡേൽ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കിലുക്കത്തിൽ നമ്മുടെ നന്ദിനി തമ്പുരാട്ടി ജോജിയുടെ ഹൃദയത്തിലേക്ക് കയറിയതും ആ ഒരു ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അത് നല്ല അടിപൊളി, വേറെ ഏതൊക്കെയോ സിനിമകളിലുണ്ട്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചു. ഇനി എന്തായാലും തിരിച്ചു വരുമ്പോഴാവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ കുറേ ദൂരം അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയപ്പം ആ ഒരു വില്ലേജ്, ചെറിയ ചെറിയ വീടുകളും അങ്ങനെ ഒരു വില്ലേജിലേക്ക് എത്തുന്ന
എത്താറൊക്കെ ആയി കഴിഞ്ഞപ്പം ഇതേപോലെ തന്നെയാണ് താഴെ വരെ, അതായത് കിന്നക്കോര എത്തുന്ന വരെ ഈ ഒരു റൂട്ട് ഏകദേശം സിമിലർ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി താഴെ വരെ ഡ്രൈവ് ചെയ്ത് പോകണ്ട, കാരണം അപ്പോഴത്തേക്കും ഭയങ്കര മഴക്കാറൊക്കെ ആയി കേട്ടോ. അപ്പോൾ സമയമാണെങ്കിലും ഏകദേശം ഉച്ച കഴിഞ്ഞു. അപ്പം നല്ല മഴക്കാറും, പിന്നെ നമ്മൾ ആ ഒരു മഴക്കാറും പച്ചപ്പും എല്ലാം കൂടി നമ്മൾ പല സ്ഥലത്തും നിർത്തിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. തിരിച്ച് നമ്മൾ പോരാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നല്ല മഴക്കാറായി കേട്ടോ. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴയൊക്കെ തുടങ്ങി. അപ്പം നമ്മൾ എന്തായാലും തിരിച്ച് പോന്നു. തിരിച്ച് വരുന്ന വഴിക്ക് ബാക്കി എല്ലാ സ്ഥലത്തും കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും മഴ നന്നായിട്ട് കൂടി കേട്ടോ. അതുകൊണ്ട് ലൗഡയിൽ പോലും ഫോട്ടോ എടുക്കലും നടന്നില്ല. അതെനിക്കൊരു വിഷമമായി കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു ലൗഡയിൽ. പിന്നെ ഈ വരുന്ന സമയത്ത് ഈ ഒരു വലിയ പാറേൻ്റെ അടുത്തൊരു ചെറിയ കോവിൽ പോലെ കണ്ടപ്പം ആ ഒരു കൗതുകം തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടത് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോഴാണെങ്കിലും മഴ നല്ലപോലെ കൂടി. അപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആ തണുപ്പിൽ കുറച്ച് ഡ്രൈവ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രാത്രി ഒരു 11 മണിയോടെ എത്തി.